ഇനി അടുത്തത് 4, 13, 22, 31 ഈ തീയതികളിൽ ജനിച്ചവരുടെ ഫലമാണ്. അവർക്ക് കുറച്ച് ഭാഗ്യമുള്ള വർഷമാണ് 4 എന്ന് പറഞ്ഞ് വലിയ ബിസിനസ്സൊന്നും കയറി സ്റ്റാർട്ട് ചെയ്യുകയൊന്നും വേണ്ട. എന്നാലും അത്യാവശ്യം പെട്ടെന്ന് ചില കാര്യങ്ങൾ നടക്കും, വിവാഹങ്ങൾ നടക്കും, പുതിയ വീട് വയ്ക്കുവാനുള്ള തടസ്സങ്ങളെല്ലാം തീർക്കും, വിദേശത്ത് പോകുവാനുള്ള ഭാഗ്യമുണ്ടാകും. അങ്ങനെയുള്ള കുറേ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ് 2024 എന്ന് പറയുന്നത്. ഒരു കാര്യം അവർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ആരോഗ്യനിലയാണ്. ആരോഗ്യം നമ്മൾ തോന്നും ഒന്നുമില്ലല്ലോ, പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന അറിയിപ്പ് അയ്യോ അയാളൊരു അറ്റാക്കിലൊന്നും മരിച്ചുപോയി, അല്ലെങ്കിൽ സ്ട്രോക്കായിട്ട് കിടക്കുന്നു. ഇങ്ങനെയുള്ള ചില വാർത്തകൾ ഈ 4 നിന്നും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാവരും 4 ജനിച്ചവർ, എല്ലാവരുമാണെന്നിരുന്നാലും 4 ജനിച്ചവർ പ്രത്യേകിച്ച് അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. ഒരു മെഡിക്കൽ ചെക്കപ്പൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. കാരണം ആരോഗ്യത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വർഷമാണ് 2024 എന്ന് പറയുന്നത്. അവരുടെ ഭാഗ്യ നമ്പർ 4 അറിയാമല്ലോ, 4 എന്ന് പറയുന്നതാണ്. അതിൻ്റെ കൂടെ സപ്പോർട്ടിംഗ് നമ്പർ 1 കൂടെ ഉണ്ട്. ആ തീയതികൾ നല്ല കാര്യങ്ങൾ ചെയ്യുക. ലൈറ്റ് ഗ്രേ കളർ, ലൈറ്റ് ബ്ലൂ എന്നീ കളറുകൾ അവർക്ക് ഉപയോഗിക്കാം. നേവി ബ്ലൂ അല്ല, ലൈറ്റ് ബ്ലൂ കളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു നമുക്കൊരു ആശ്വാസം, ഒരു ഊർജം, അല്ലെങ്കിൽ ഒരു എനർജി അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ലഭിക്കുവാനുള്ള ചാൻസസ് ഉണ്ട്. അടുത്തത് 5, 14, 23 3 കാറ്റഗറിയേ ഉള്ളൂ. 5-ാം തീയതി, 14-ാം തീയതി, 23-ാം തീയതി ഈ 3 തീയതികളിൽ ജനിക്കുന്നവർക്ക് എന്തായിരിക്കും? പൊതുവെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 5 എന്ന് പറയുന്നത് ബുദ്ധിയുള്ളവന്മാരാണ്. ബുദ്ധി എന്ന് പറയുന്നത് പഠിക്കുന്നതിൽ മാത്രമാകണമെന്നില്ല. ടെക്നിക്കലാകാം, അല്ലെങ്കിൽ എൻജിനീയറിംഗ് സെക്ഷനിലാകാം, സയൻസിലാകാം, അല്ലെങ്കിൽ ഈവൻ മോഷ്ടിക്കുന്നതിൽ വരെ മിടുക്കന്മാരാണ് ഈ 5, 14, 23. എന്നാൽ പൊതുവെ ഭാഗ്യം കെട്ടവരാണ് ഈ 5, 14, 23. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവർ ഭാഗ്യം ഇങ്ങനെ തേടി എടുക്കണം. വർക്ക് ചെയ്ത് എടുക്കണം. ആരും കൊണ്ടൊന്നും തരത്തില്ല. നമ്മൾ തന്നെ ട്രൈ ചെയ്യണം. നമ്മളൊക്കെ 10 രൂപയ്ക്ക് വർക്ക് ചെയ്താൽ നമുക്ക് 5 രൂപയായിരിക്കും കിട്ടുക. പക്ഷെ എന്നിരുന്നാൽ അതുകൊണ്ട് വലിയൊരു ഗുണമുണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ ഈ 2024 എന്ന് പറയുന്നത് അവർക്കൊരു മോശമായ ഒരു വർഷമാണ്. എന്ത് കാര്യം എടുത്തിരുന്നാൽ നടക്കില്ല. തടസ്സങ്ങൾ. അത് വിവാഹമായിരുന്നാലും ബിസിനസ്സായിരുന്നാലും ജോലിയായിരുന്നാലും മിക്കവാറും പേർക്ക്, എല്ലാവർക്കും എന്ന് പറയുന്നില്ല, മിക്കവാറും പേർക്ക് വളരെ തടസ്സങ്ങൾ തന്നെയാണ്. ഇതിന് ന്യൂമറോളജിയിൽ ഒരു പരിഹാരം മാത്രമേ ഉള്ളൂ. പ്രാർത്ഥിക്കുക ഒന്ന്. രണ്ടാമത്തത് ലൈറ്റ് ബ്ലൂ കളർ ഷർട്ട് കൂടുതൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂ കളർ സാരി അല്ലെങ്കിൽ ചുരിദാർ അങ്ങനെയുള്ളത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ഡു നോട്ട് ടേക്ക് എ ക്വിക്ക് ഡിസിഷൻ. ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ശരി വന്ന് കളയാം, പൊക്കളയാം, എഴുതിക്കളയാം എന്നൊന്നും വിചാരിക്കരുത്. ഉടനെയുള്ള പെട്ടെന്നുള്ള ഒരു കാര്യത്തിലും ഒരു തീരുമാനം എടുക്കരുത്. വളരെ ആലോചിച്ച് സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടോ ആലോചിച്ച് ഒരു തീരുമാനം 24 മണിക്കൂർ കഴിഞ്ഞ്, അതായത് ഒരു രാത്രി കഴിഞ്ഞ് വേണം ആ തീരുമാനം എടുക്കാനും പറയാനും. അപ്പോൾ 5 എന്ന് പറയുന്ന ആൾക്കാരുടെ കാര്യം മനസ്സിലായാലോ. ഇനി